സർ, ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ മുഴുവൻ തന്ത്രവും മൊസാദിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? മൊസാദ് അതെങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സാധാരണഗതിയിൽ മുമ്പ് സിറിയയിലോ ഇറാഖിലോ ഒക്കെ ഈ ആണവ റിയാക്ടർ ഒക്കെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ ഓരോ ഓപ്പറേഷൻസൊക്കെ നടത്തുമ്പോൾ ധാരാളം മൊസാദ് ഓപ്പറേഷൻസ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതൊക്കെ പിന്നീട് സിനിമ വരുമ്പോഴോ പുസ്തകങ്ങൾ വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ അറിയുക. ഇതിൻ്റെയും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ പുസ്തകങ്ങൾ വരുമ്പോഴായിരിക്കും അറിയുക. എന്നാലും ഒരു ഏകദേശ വിവരണം ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. പൊതുവെ വേറെ കഥകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇറാനെ അലസതയിലേക്ക് തള്ളിവിട്ട ശേഷം നടത്തിയ ആക്രമണമായിരുന്നു ഇതെന്നിപ്പോൾ ഏതാണ്ട് വ്യക്തമാണ്. ഇത് ഇസ്രയേലും മൊസാദും കൂടി എങ്ങനെയാണ് കബളിപ്പിച്ചത് ഇറാനെ എന്നുള്ള വിവരം വരുന്നത് ഇങ്ങനെയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യാഴാഴ്ച രാത്രി ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി മന്ത്രിസഭായോഗം ചേരുന്നു, സുരക്ഷാ മന്ത്രിസഭായോഗം ചേരുന്നു. അപ്പോൾ ആ മന്ത്രിസഭായോഗം ചേരുമ്പോൾ എപ്പോഴും പുറത്ത് മാധ്യമങ്ങൾ അറിയുമല്ലോ. പക്ഷേ ആ മന്ത്രിസഭായോഗം ചേരുന്നത് ഈ ബന്ദി പ്രതിസന്ധി ഉണ്ടല്ലോ, ഹോസ്റ്റേജ് ക്രൈസിസ്, അതെ, ഗാസയിലെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെയൊക്കെ വിടിയിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അതെ, ആ ചർച്ചകൾക്ക് വേണ്ടിയുള്ള മന്ത്രിസഭായോഗമാണെന്നാണ് പുറത്ത് പ്രചരിപ്പിച്ചത്. ഈ യുദ്ധം സാങ്ഷൻ ചെയ്യുന്ന മന്ത്രിസഭായോഗമായിരുന്നു അത്. പ്രചരിപ്പിച്ചപ്പോൾ ഈ ബന്ദി പ്രതിസന്ധി, ഹോസ്റ്റേജ് ക്രൈസിസ് ചർച്ച ചെയ്യാനുള്ളതാണെന്ന് പ്രചരിപ്പിച്ചു. അത് ഇസ്രയേൽ അതല്ലേ ചർച്ച ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറാനെ അലസതയിലേക്ക് ഉറക്കത്തിലേക്ക് തള്ളിവിടുകയാണ്. പിന്നെ ഇസ്രയേലിൻ്റെ മന്ത്രിമാരെയും ഇത് അറിയിച്ചിരുന്നില്ല. കാലേക്കുട്ടി, ഈ മന്ത്രിമാർക്കിടയിൽ ഒരു ഇറാൻ ചാരനാകാമല്ലോ വേണം, സഖ്യ മന്ത്രിസഭയല്ലേ. അപ്പോൾ ഇറാൻ്റെ മന്ത്രിമാരോട് നേരത്തെ കൊടുത്ത അജണ്ടയിലും പറഞ്ഞിരുന്നത് ബന്ദി ചർച്ച എന്ന് തന്നെയാണ്, ബന്ദികളെ വെടിയിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ച. അപ്പോൾ അങ്ങനെയും ഇറാൻ ഉറങ്ങിക്കോട്ടെ, ആരും അത് പുറത്ത് പറയേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ മന്ത്രിസഭായോഗമൊക്കെ നടക്കുമ്പോൾ മന്ത്രിമാരെയൊക്കെ വിളിക്കുമല്ലോ, നമ്മുടെ അടുപ്പമുള്ള മന്ത്രിമാരെ, എന്താ അജണ്ടയിലുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുപ്പമുള്ള ആളുകളൊക്കെ പറഞ്ഞു തരും, ഇന്നതാണ് അജണ്ടയുള്ളത്, തലേന്ന് കിട്ടുമല്ലോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇസ്രായേലിലൊക്കെ മന്ത്രിമാരെ വിളിക്കുന്നവരൊക്കെ കാണില്ലേ. അപ്പോൾ ബന്ദി ചർച്ചയാണെന്ന് പറയും, അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നോളും, ഇറാൻകാരത് വായിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ സൈനിക നടപടിക്കുള്ള അനുവാദം അത് പാസ്സാക്കി. അപ്പോൾ അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ മന്ത്രിമാരോട് ഒരു പ്രതിജ്ഞ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഷോമർ സോദ് എന്ന് ഹിബ്രുവിൽ പറയുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ പുറത്ത് പറയില്ല. ഷോമർ സോദ്, രഹസ്യമായ എന്തോ കാര്യം അല്ലേ. അപ്പോൾ ഗാർഡിയൻ ഓഫ് സീക്രട്ട് എന്ന് പറഞ്ഞ രേഖയിൽ ഒപ്പും വെപ്പിച്ചു. ഗാർഡിയൻ ഓഫ് സീക്രട്ട്, ഞാൻ ഈ രഹസ്യത്തിൻ്റെ കാവൽക്കാരനും സൂക്ഷിപ്പുകാരനുമാണ് എന്ന് പറഞ്ഞാൽ ഞാനിത് പുറത്തു പറയില്ല. അപ്പോൾ ഷോമർ സോദ് എന്ന് പറഞ്ഞ ഗാർഡിയൻ ഓഫ് സീക്രട്ട് രേഖയും മന്ത്രിമാരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൾസ് സിഗ്നൽസ് പുറത്തുവിട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് വേറെ എന്തൊക്കെയോ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന് നെതന്യാഹു കുടുംബത്തോടു കൂടി അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. നെതന്യാഹു ഈസ് ഹോളിഡേയിങ് എന്ന് പറഞ്ഞു അദ്ദേഹം അവധി ആഘോഷിക്കാൻ പോയി. പുള്ളി അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഇറാൻ വിചാരിച്ചോളുമല്ലോ. ഗലീലയിൽ കുടുംബസമേതം അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ മകൻ അവനേറിൻ്റെ വിവാഹം ജൂൺ 17 അപ്പോൾ അദ്ദേഹം ആ വിവാഹത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ കഥകൾ, ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കഥകൾ മുമ്പും
കുറക്കാല ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങിയിട്ടല്ലേ. അവനേറിൻ്റെ വിവാഹം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചു, മിസൈല് ഇസ്രയേൽ പതിക്കുന്നതുകൊണ്ട് മാറ്റിവെച്ചു എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവനേറിൻ്റെ വിവാഹം 17-ാം തീയതി ആണ്. അപ്പോൾ നെതന്യാഹു അതിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ, മറ്റേ പാചകക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്യായിരിക്കും, ഇന്ന പായസമാണെന്നൊക്കെ പറയുമായിരിക്കും അല്ലേ, അതെ എന്നൊക്കെ പറഞ്ഞ് ഇറാൻ വിചാരിച്ചോളും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രസ്താവന ഇറക്കി. അവിടെ നിന്ന് സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ പിന്നെ മൊസാദിൻ്റെ ഡയറക്ടർ ഡേവിഡ് ബാർണൻ എല്ലാം, മൊസാദിൻ്റെ ഡയറക്ടറും സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രിയും കൂടി 13-ാം തീയതി വാഷിങ്ടണിൽ പോവുകയാണ്. മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫിനെ കാണാൻ വേണ്ടി അവർ പോവുകയാണ് 13-ാം തീയതി എന്ന് പറഞ്ഞൊരു കഥയും നേരത്തെ വന്നിരുന്നു. അങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നില്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല, യാത്ര പ്ലാൻ ചെയ്തിരുന്നുമില്ല. അപ്പോൾ ഒമാനിൽ ചർച്ച 6-ാം വട്ടം ഇല്ലേ നടക്കേണ്ടതായിരുന്നു, അതാണ് ഇനി നടത്തേണ്ടെന്ന് തീരുമാനിച്ചത്. അതെ. അപ്പോൾ പിന്നെ ട്രംപും നെതന്യാഹുവും തമ്മിൽ വലിയ തർക്കമാണെന്നുള്ള കഥകളും മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടു. അവർ തമ്മിൽ നീരസത്തിലാണ്, ട്രംപ് പറയുന്നൊന്നും നെതന്യാഹു കേൾക്കുന്നില്ല തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിച്ചു അല്ലേ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇറാനിലെ ആക്രമണമൊന്നും നടക്കാൻ സാധ്യതയില്ല, തർക്കത്തിലാണ് അവർ. അമേരിക്കയുടെ സപ്പോർട്ടും കൂടി കിട്ടിയാലല്ലേ ഈ ആക്രമണമൊക്കെ നടക്കുള്ളൂ. അമേരിക്കൻ താവളങ്ങളൊക്കെയാണ് ഗൾഫിലെട്ടടുത്ത് ഉള്ളത്. അപ്പോൾ അങ്ങനെ തകർത്തെന്നുള്ള കഥകളും പ്രചരിപ്പിച്ചു. കുറേ വർഷങ്ങളായിട്ട് ഈ ആണവ നിലയങ്ങൾ, നദാൻസ്, ഫോർദോ ഇല്ലേ, ഇതൊക്കെ തകർക്കാനായിട്ട് ആസൂത്രണം ചെയ്തു വരികയാണ് ഇസ്രയേൽ. വേണ്ടെന്ന് വെക്കുകയല്ല. മൊസാദ് എന്ത് ചെയ്തു എന്നറിയോ? ഇറാൻ്റെ അകത്ത് തന്നെ ഒരു ഡ്രോൺ താവളം ഉണ്ടാക്കി. ഡ്രോണുകളുടെ താവളം ഇറാൻ്റെ അകത്ത്. ആ താവളത്തിൽ നിന്നാണ് ഡ്രോണുകൾ പറന്നുയർന്നത് കഴിഞ്ഞ ദിവസം രാത്രി. കൃത്യതയുള്ള ആയുധങ്ങൾ കടത്തി. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുക്രൈൻ റഷ്യയിൽ അടുത്ത കാലത്ത് ഒരു ആക്രമണം നടത്തിയില്ലേ, ഡ്രോൺ ആക്രമണം, സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. അതിനെ വെല്ലുന്ന പരിപാടിയായിരുന്നു ഇത്തവണ മൊസാദ് ചെയ്തത്. മൊസാദ് ഒരു ഡ്രോൺ താവളം തന്നെ ഇറാൻ്റെ അകത്ത് ഉണ്ടാക്കി. കൃത്യതയുള്ള ആയുധങ്ങൾ അകത്തേക്ക് കടത്തി, കമാൻഡോസിനെ കടത്തി. എയർ ഡിഫൻസ് സിസ്റ്റം, ഇറാൻ്റെ സർഫസ് ടു സർഫസ് മിസൈലുകൾ, കരയിൽ നിന്ന് കരയിലേക്കുള്ള മിസൈലുകൾ, അങ്ങനെ ആണ് തകർത്തത്. ആ സിസ്റ്റം തകർത്ത ശേഷമാണ് ആക്രമണങ്ങൾ നടന്നത്. കാരണം ഈ 200 വിമാനങ്ങളെ വെടിവെച്ചിട്ടതായിട്ട് ഈ F-35 2 ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു എന്നല്ലേ ഉള്ളൂ. ഒരു വിമാനം പോലും 200 ആക്രമണം നടത്തിയിട്ട് ഒരെണ്ണം പോലും തകർന്നിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ ഓപ്പറേഷൻ നടത്തിയിട്ടാണ്. എന്നിട്ടാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ ഡിപ്പോകൾ ഒക്കെ തകർത്തു, സംഭരണ കേന്ദ്രങ്ങൾ, സേനയുടെ ആസ്ഥാനം തകർത്തു ടെഹ്റാനിൽ. ആയുധ ഡിപ്പോ, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡിപ്പോകൾ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാടൊന്നും അങ്ങോട്ട് അയക്കാനായിട്ട് കയ്യിലില്ല. വല്ലതും റഷ്യ മറ്റോ കൊടുത്താലുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഡ്രോൺ താവളം ഉണ്ടാക്കിയല്ലോ, അവിടെ നിന്ന് ആണ് മൊസാദ് രാത്രി ഓപ്പറേഷൻ നടത്തിയത്. സർഫസ് ടു മിസൈൽ ലോഞ്ചേഴ്സിനെ ആക്രമിച്ചു. ഇറാൻ്റെ മിസൈൽ അയക്കുന്ന ലോഞ്ചറുകളെയും ആക്രമിച്ചു. അപ്പോൾ മൊസാദ് ഒരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. മൊസാദിൻ്റെ കമാൻഡോസ് ഇറാനിൽ എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ ലോഞ്ചറുകൾ ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ താവളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, അതുമുണ്ട്. പിന്നെ ടെഹ്റാനിലെ ബാലിസ്റ്റിക് ഈ മിസൈൽ കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വാഹനങ്ങൾ, ഇസ്രയേലിൻ്റെ ആയുധ വാഹനങ്ങൾ ഇറാനിലേക്ക് കടന്നിരുന്നു. ഇറാൻ്റെ അകത്ത് ഇസ്രയേലിൻ്റെ
വാഹനങ്ങളും ആയുധ വാഹനങ്ങളും 200 ഫൈറ്റർ ജെറ്റുകൾ 330 ആയുധങ്ങൾ ഇവ ആക്രമണം നടത്തിയത് 100 കേന്ദ്രങ്ങളിലാണ് ഇറാനിലെ. നദാൻസ്, ഇസ്ഫഹാൻ, ടെഹ്റാൻ, കെർമാൻഷാ, താബ്രിസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആണവ കേന്ദ്രങ്ങൾ, ഫോർദോ ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് നദാൻസിൽ മാത്രമല്ലായിരുന്നു. ഇസ്ഫഹാൻ, ടെഹ്റാൻ, കെർമാൻഷാ, താബ്രിസ് ഇവിടെയൊക്കെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ വിമാനം പോലും പോയില്ല. അപ്പോൾ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഓപ്പറേഷനായിരുന്നു ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.